ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്വർഗീയ മഹത്വത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. ലൂക്കാസ് സുവിശേഷം 17-ാം അധ്യായത്തിൽ ക്രിസ്തു ഇന്നേ ദിവസം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോക ജീവിതത്തിനപ്പുറമുള്ള ഒരു സ്വർഗീയ ജീവിതത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ്. യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുന്നതുവരെ, ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും അവർ കഴിഞ്ഞിരുന്നു. അവർ പ്രത്യാശയില്ലാത്ത ഒരു ജനതയായിരുന്നു. ഈ ലോക ജീവിതം മാത്രമേ ഉള്ളുവെന്നും ഇവിടുത്തെ സുഖവും സന്തോഷവും മാത്രമാണ് നിത്യമെന്നും അവർ വിചാരിച്ചു. അത് ഒരു കെണി പോലെ അവർക്ക് ഭവിക്കുകയും ചെയ്തു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചു തന്നെയായിരിക്കും അന്ത്യദിനങ്ങളിൽ നമുക്കും സംഭവിക്കാൻ പോവുക. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതെന്തെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ ഒരുക്കമില്ലാത്ത ഒരു ജനതയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ത്യദിനം പെട്ടെന്ന് സംഭവിച്ചപ്പോൾ അവർക്ക് രക്ഷപ്രാപിക്കുവാൻ കഴിയാതെ പോയി. ഭയാനകമായ അനുഭവമായിരുന്നു അന്ന് അവർക്ക് സംഭവിച്ചത്. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഗന്ധമിറക്കി ആ ദേശങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നകന്ന്, ദൈവത്തിന്റെ വചനത്തിൽ നിന്നകന്ന്, മാനുഷിക നന്മയിൽ നിന്നകന്ന് തിന്മ പ്രവർത്തിച്ച സോദോം ഗൊമോറ ദേശങ്ങളെയാണ് സ്വർഗം ആ കാലഘട്ടത്തിൽ അഗ്നിക്കിരയാക്കിയത്. നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്നത് എന്തെന്ന് നമുക്കറിയായികയാൽ നമ്മൾ ഓരോ നിമിഷവും ഒരുക്കമുള്ളവരായി, ശ്രദ്ധയുള്ളവരായി ജീവിക്കണമെന്ന് ഓർപ്പെടുത്തുന്നു. സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ പ്രത്യാശയോടുകൂടി യാത്ര ചെയ്യുന്ന ഒരു ജനതയാകണം നമ്മൾ. അതുകൊണ്ട് തന്നെ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്ന് മാത്രമല്ല, മറിച്ച് പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ പ്രേരണ നൽകുന്ന ആത്മീയ യാഥാർത്ഥ്യം കൂടിയാണ്. യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. സംഭവിക്കുവാൻ പോകുന്നത് എപ്രകാരമാണ് എന്ന് നമ്മെ അറിയിക്കുകയാണ് യേശു. കർത്താവിന് നമ്മോടുള്ള കരുണയും സ്നേഹവുമാണ് അതിൽ നാം കാണേണ്ടത്. അവിടുന്ന് മുൻകൂട്ടി നമ്മെ അറിയിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ഒരുക്കമുള്ളവരായിരിക്കണമെന്നും നാം നമ്മുടെ ഒരുക്കമില്ലായ്മ കാരണം നിത്യതയുടെ കൃപ നഷ്ടപ്പെട്ടു പോകരുത് എന്നും യേശു ഓർപ്പെടുത്തുന്നു. മുൻകൂട്ടി വരുവാനിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് യേശു പറയുമ്പോൾ നമുക്ക് നൽകുന്ന യഥാർത്ഥമായ ഒരുക്കത്തിന്റെ ആത്മീയത നമ്മൾ സ്വന്തമാക്കുകയും ശ്രദ്ധയോടുകൂടി ദൈവ തിരുമനസ്സിന് വിധേയപ്പെട്ട് നാം ജീവിക്കുകയും വേണം. കാരണം നാം ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യരുടെ രക്ഷ ആഗ്രഹിക്കുന്ന ഈ ദൈവത്തിന് നമ്മൾക്ക് നിത്യരക്ഷ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് അവിടുന്ന് അഭിലഷിക്കുന്നു. ആകയാൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടെ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കാം. പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ ഭാഗ്യമുള്ള ഒരു ജനതയാണ് നമ്മൾ. സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. യേശു പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, ഞാൻ പിതാവിന്റെ സന്നിധിയിൽ പോകുന്നത് നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ പോയി സ്ഥലം സജ്ജമാക്കിയ ശേഷം ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. എത്രയോ വാത്സല്യമുള്ള, നന്മയുള്ള, കരുതലുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. ദൈവമായിരിക്കുന്നിടത്ത് പാപികളും ബലഹീനരുമായ നമ്മെയും ഒന്നാക്കി ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. അവിടത്തോടൊപ്പം നാം ആകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മനസ്സിനൊത്ത് ഭൂമിയിൽ നാം വ്യാപരിക്കുമ്പോൾ നിത്യപിതാവിന്റെ സന്നിധിയിൽ എത്തുവാനുള്ള കൃപാവരം നമുക്ക് സ്വന്തമാവുകയാണ്. നമുക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും തീക്ഷ്ണം നിറഞ്ഞ ആത്മീയതയോടും കൂടെ ഒരുക്കമുള്ളവരായി ജീവിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾക്കായി ഈ ദിനം നാഥനോട് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.